Hello everyone, we were discussing about transactions in the last lecture. So we are continuing the discussion here also. We were discussing about concurrency control in transactions. So a concept in concurrency control is conflicting operations. Okay, so a pair of operations conflicts, we mean that their combined effect depends on the order in which they are executed. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ എഫക്റ്റ് ഡിപ്പെൻസ് ഓൺ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ എക്സിക്യൂട്ട്. അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചിരിക്കും അവരുടെ എഫക്റ്റ്. Okay, so we are considering two operations here, read and write. For any transaction there will be read operation and write operation. So read is nothing but it accesses the value of an object and write changes its value. നമുക്കറിയാം read എന്ന് പറഞ്ഞാൽ വാല്യൂ ആക്സസ് ചെയ്യുന്നതാണ്, റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യും. Okay, so effect of an operation എന്ന് പറഞ്ഞാൽ refers to the value of an object set by a write operation and the result returned by a read operation. അതായത് ഒന്നുമില്ല, ഒരു റൈറ്റ് ഓപ്പറേഷൻ അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതും റീഡ് ഓപ്പറേഷൻ റീഡ് ചെയ്ത വാല്യൂ റിട്ടേൺ ചെയ്യുന്നതുമാണ് എഫക്റ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so read and write operation conflict rules. These are the conflict rules. Operations of different transactions. read രണ്ട് റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആണോ എന്ന്? നോ, they are not conflicting because the effect of a pair of read operation does not depend on the order in which they are executed. അതായത് രണ്ട് പേര് ഒരു ഡേറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആദ്യം റീഡ് ചെയ്താലും രണ്ടാമത് റീഡ് ചെയ്താലും രണ്ട് റീഡ് ഓപ്പറേഷൻ പാരലി നടക്കുന്ന കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ രണ്ട് റീഡ് ആയതുകൊണ്ട് ഏത് ഓർഡറിൽ നടന്നാലും പ്രശ്നമില്ല. സോ ദേ ആർ നോട്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. വേറാസ് ഒരു റീഡും ഒരു റൈറ്റും ആണെങ്കിൽ ഓക്കെ, they are conflicting because the effect of a read and a write operation depends on the order of their execution. അപ്പോൾ റീഡും ഒരു റൈറ്റും ആണെങ്കിൽ അതിൻ്റെ ഓർഡർ അതിൻ്റെ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിലും ദേ ആർ ഓൾസോ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ബിക്കോസ് ദ എഫക്റ്റ് ഓഫ് പെയർ ഓഫ് റൈറ്റ് ഓപ്പറേഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് ദെയർ എക്സിക്യൂഷൻ. ആദ്യം റൈറ്റ് ചെയ്തത് ഏതാണ്, രണ്ടാമത് റൈറ്റ് ചെയ്തത് ഏതാണെന്ന് അനുസരിച്ചിട്ട് റിസൾട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആണ്. സോ ദിസ് ഇസ് ദ കോൺഫ്ലിക്റ്റ് റൂൾസ്. നൗ conflicting operations and serial equivalence. So for two transactions to be serially equivalent, it is necessary and sufficient that all pairs of conflicting operations of the two transactions be executed in the same order at all of the object they both access. അതായത് രണ്ട് ട്രാൻസാക്ഷൻസ് സീരിയലി ഇക്വലൻ്റ് ആവണമെങ്കിൽ എല്ലാ പെയർ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസും എല്ലാ ഒബ്ജക്ട്സിലും സെയിം ഓർഡറിൽ നടന്നിരിക്കണം. അതായത് രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് നടക്കുവാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ഏത് ഓർഡറിലാണ്, ഇപ്പോൾ ഒരു റീഡ് കഴിഞ്ഞാണ് ഒരു റൈറ്റ് എങ്കിൽ എല്ലാ ഒബ്ജക്ട്സിലും റീഡ് കഴിഞ്ഞ് റൈറ്റ് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കത് സീരിയലി ഇക്വലൻ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, so this is a non-serially equivalent interleaving of transactions T and U. അപ്പോൾ ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്, T and U. ഫസ്റ്റ് T is reading I and store to X, then റൈറ്റ് ഐയിലേക്ക് 10 എന്നുള്ള വാല്യൂ റൈറ്റ് ചെയ്യുന്നു, ദെൻ യുവിൽ J റീഡ് ചെയ്യുന്നു, ദെൻ ജെയിൽ 30 റൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ജെ റൈറ്റ്, ദെൻ ട്രാൻസാക്ഷൻ ടി എക്സിക്യൂട്ട് ചെയ്യുന്നു, റൈറ്റ് J 20, ദെൻ അഗെയിൻ റീഡ് ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓപ്പറേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് സീരിയലി ഇക്വലൻ്റ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം സീരിയലി ഇക്വലൻ്റ് ഓർഡറിങ്സ് റിക്വയർ വൺ ഓഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ്. ഈ താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സീരിയലി ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഈസ്
T accesses I before U and T accesses J before U എന്ന് പറഞ്ഞാൽ എന്താണ്? T ആദ്യം തന്നെ ഐനെയും ജെയിനെയും ആദ്യം ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടേ യു ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ യു ആക്സസസ് ഐ ബിഫോർ ടി ആൻഡ് യു ആക്സസസ് ജെ ബിഫോർ ടി. യു ബോത്ത് ഐ ആൻഡ് ജെ വേരിയബിൾസിനെ ബിഫോർ ടി ആക്സസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവർ സീരിയലി ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ അങ്ങനെയല്ല. ആദ്യം ഇവിടെ ടി ഐനെ ആക്സസ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് യു ജെനെ ആക്സസ് ചെയ്തു, പിന്നെ വീണ്ടും ഇവിടെ ജെനെ ടി ആക്സസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഐ ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് സീരിയലി ഇക്വലൻ്റ്. അപ്പോൾ സീരിയലി ഇക്വലൻ്റ് ആവാനുള്ള കണ്ടീഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, so serial equivalence is used as a criterion for the derivation of concurrency control. അപ്പോൾ സീരിയൽ ഇക്വലൻസ് കൺകറൻസി കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. വേറെ 3 അപ്രോച്ചസും കൂടെ പറയുന്നുണ്ട്. 3 alternative approaches to concurrency control are commonly used. ഫസ്റ്റ് വൺ ഈസ് ലോക്കിംഗ്, അത് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കും. ഇത് 2 ഫസ്റ്റ് 2 നമ്മൾ പഠിക്കുന്നതാണ്, ഇത് സിലബസിൽ ഇല്ല. പക്ഷെ 3 ടെക്നിക്സ് ഇവിടെ പറയുന്നുണ്ട്. ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സെർവർ സെറ്റ്സ് എ ലോക്ക് ഓൺ ഈച്ച് ഒബ്ജെക്ട് ജസ്റ്റ് ബിഫോർ ഇറ്റ്സ് ആക്സസ്ഡ് ആൻഡ് ഇറ്റ് റിമൂവ്സ് ദീസ് ലോക്സ് വെൻ ദ ട്രാൻസാക്ഷൻ ഹാസ് കംപ്ലീറ്റഡ്. അതായത് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ സെർവർ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് യൂസ് കഴിയുമ്പോൾ ലോക്ക് റിമൂവ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ലോക്കിംഗ്. ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബിഫോർ കമ്മിറ്റിംഗ് എ ട്രാൻസാക്ഷൻ the server checks whether it has performed operations on any objects that conflict with other operations of other concurrent transaction, in which case the server aborts it. അതായത് ഓരോ ട്രാൻസാക്ഷനും കമ്മിറ്റ് ചെയ്യണതിന് മുന്നേ സെർവർ ചെക്ക് ചെയ്യും ആ ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഓപ്പറേഷനുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഉണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ അത് അബോർട്ട് ചെയ്യും. ഓക്കെ, അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. Then timestamp ordering, server record the most recent time of reading and writing of each object and determine whether transaction can be done immediately, delayed or rejected. Okay, അപ്പോൾ സെർവർ ഓരോ ഒബ്ജക്റ്റിൻ്റെയും റീഡിങ്ങിൻ്റെ റൈറ്റിങ്ങിൻ്റെ റീസെൻ്റ് ടൈം നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത പുതിയൊരു ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമോ, അതേ ഡിലേ ചെയ്യണോ, അതെയോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനം എടുക്കും ബേസ്ഡ് ഓൺ ടൈം. ദാറ്റ് ഈസ് കോൾഡ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്. അപ്പോൾ ഇത് 3 കൺകറൻസി കൺട്രോളിന് അവൈലബിൾ ആയിട്ടുള്ള അതർ അപ്രോച്ചസ്. സീരിയൽ ഇക്വലൻസ് ഒരു പരിധിവരെ കൺകറൻസി കൺട്രോളിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് ഇൻ transactions is recoverability from aborts. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ സെർവർ മസ്റ്റ് റെക്കോർഡ് ഓൾ ദ എഫക്ട്സ് ഓഫ് കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് നൺ ഓഫ് ദ എഫക്ട്സ് ഓഫ് അബോർട്ടഡ് ട്രാൻസാക്ഷൻ. അത് നമ്മൾ നേരത്തെ ആസിഡ് പ്രോപ്പർട്ടിയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കണം, എന്നാൽ അബോർട്ടഡ് ട്രാൻസാക്ഷൻ്റെ ഒരു ഡീറ്റെയിലും റെക്കോർഡ് ചെയ്യരുത്. Okay, so they must therefore allow for the fact that a transaction may abort by preventing it affecting other concurrent transactions if it does so. Okay, അപ്പം ഒരു they must therefore allow for the, അതായത് ഒരു transaction may abort by preventing it affecting other concurrent transactions if it does so. 2 problems associated with aborting transactions are called, ഇനി ഇവിടെ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് അബോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന 2 പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. വൺ ഇസ് ഡേർട്ടി റീഡ് ആൻഡ് പ്രിമച്വർ റൈറ്റ്. വിൽ സീ ദം. ബോത്ത് ഓഫ് ദം ക്യാൻ ഓക്കർ ഇൻ ദ പ്രസൻസ് ഓഫ് സീരിയലി ഈക്വലൻ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ഇപ്പം സീരിയൽ ഈക്വലൻസ് വഴി നമ്മൾ ലോസ്റ്റ് അപ്ഡേറ്റും ഇൻകൺസിസ്റ്റൻറ്റ് റിട്രീവൽ പ്രോബ്ലം ഒക്കെ ഒരു പരിധിവരെ സോൾവ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ സീരിയലി ഈക്വലൻ്റ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഉണ്ടാകാവുന്ന 2 പ്രശ്നങ്ങളാണ് ഡേർട്ടി റീഡും പ്രിമച്വർ റൈറ്റും. വിൽ സി. ഓക്കെ, സോ
Isolation property of transactions requires that transaction do not see the uncommitted state of other transaction. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. The dirty read problem is caused by the interaction between a read operation in one transaction and an earlier write operation in another transaction on the same object. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ കളേർഡ് ബോക്സിലുള്ളത് ആണ് രണ്ട് ഓപ്പറേഷൻസ് under transaction T and transaction U and താഴെ കാണിച്ചിരിക്കുന്നത് അവരുടെ ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. അത് ആ താഴെ എഴുതിയിരിക്കുന്നത് താഴെ എഴുതുന്നതിൻ്റെ മീനിങ് അത് കഴിഞ്ഞിട്ട് ഇത് ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് അക്കൗണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഗെറ്റ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞ അക്കൗണ്ടിലെ എ ഡോട്ട് ഗെറ്റ് ബാലൻസ് ആൻഡ് ഇറ്റ് ഇസ് സേവ് ടു ബാലൻസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്. സോ $100 ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ആ ബാലൻസിന് 10 കൂട്ടി. ഓക്കെ, എ ഡോട്ട് സെറ്റ് ബാലൻസ് പ്ലസ് 10. ഓക്കെ, എയുടെ ബാലൻസ് $10 കൂട്ടി. സോ നൗ ദ ബാലൻസ് ഈസ് 110 ആയി. നൗ ദ കൺട്രോൾ സ്വിച്ചസ് ടു ട്രാൻസാക്ഷൻ യു. അപ്പോൾ ഇത് ഇവരിവിടെ അപ്ഡേറ്റ് ചെയ്തു, റൈറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഇവിടെ ബാലൻസ് ഗെറ്റ് ചെയ്യാണ്. ബാലൻസ് വീണ്ടും റീഡ് ചെയ്യുന്നതുകൊണ്ട് അപ്ഡേറ്റഡ് ബാലൻസ് കിട്ടും. സോ ദാറ്റ് ഈസ് 110. എയുടെ ബാലൻസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തു, അതിവിടെ കിട്ടി. ഇവർ 20 കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്രയായി? 130 ആയി. ഓക്കെ, 110 + 20 130 ആയി. അതിനുശേഷം ഇവരങ്ങ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് സ്റ്റോറേജിലേക്ക് സേവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് അറ്റ് ദ സൈഡ് ഓഫ് ട്രാൻസാക്ഷൻ യു ഈസ് 130. തിരിച്ച് ഇവിടെ വന്നപ്പോൾ ടി എന്ത് ചെയ്തു? ഈ ട്രാൻസാക്ഷൻ അങ്ങ് അബോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നടന്ന ഓപ്പറേഷൻസ് എല്ലാം റോൾ ബാക്ക് ചെയ്യും, അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകും ഇത്. അപ്പോൾ ഇവിടെ എയുടെ ബാലൻസ് വീണ്ടും എന്ത് തന്നെയാവും? 100 തന്നെയാവും. പക്ഷേ ഇവിടെ നോക്കിക്കേ, യു കമ്മിറ്റ് ചെയ്തു. അപ്പോൾ യുവിന് ബാലൻസ് എത്രയാണ്? അക്കൗണ്ട് എയുടെ ബാലൻസ് എത്രയാണ്? 130 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡൂയിങ് ദാറ്റ് ഇൻക്രിമെൻറ്റ് വിത്ത് എ വാല്യൂ 110 വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവർ അപ്ഡേറ്റ് ചെയ്ത 110 എടുത്താണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇത് അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 110 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ? അത് എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. സോ ദിസ് റീഡ് ഓപ്പറേഷൻ ഇസ് സഡ് ടു ബി എ ഡേർട്ടി റീഡ് ഓപ്പറേഷൻ. കാരണം എക്സിസ്റ്റ് ചെയ്യാത്തൊരു വാല്യൂ ആണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിന് ഈ 110 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു ഇതാണ്. അതായത് അതൊരു ഡേർട്ടി റീഡ് ഓപ്പറേഷനായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 ആഡ് ചെയ്തു. നൗ സപ്പോസ് ടി അബോർട്സ് ആൻഡ് യു ഹാസ് കമ്മിറ്റഡ്. Then transaction you will have seen a value that never existed since a will be restored to its original value. Okay, so we say that transaction u has performed a dirty read. As it has committed, it cannot be undone. Okay, അപ്പോൾ അത് കമ്മിറ്റ് ചെയ്തുകൊണ്ട് അത് മാറ്റാനും പറ്റില്ല, എന്നാൽ അത് ചെയ്തേക്കണ ഓപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യാത്തൊരു വാല്യൂ വെച്ചിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് എ ഡേർട്ടി റീഡ്. അപ്പോൾ ഇത് റിക്കവർ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു സ്ട്രാറ്റജി ഈസ് ടു ഡിലേ കമ്മിറ്റ്സ് അണ്ടിൽ ആഫ്റ്റർ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് എനി അതർ ട്രാൻസാക്ഷൻ ഹൂസ് അൺകമ്മിറ്റഡ് സ്റ്റേറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ്. അതായത് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് വാല്യൂ എടുത്ത് റീഡ് ചെയ്ത് ചെയ്യുമ്പോൾ അവർ കമ്മിറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കണം ആദ്യം. അല്ലാതെ നമ്മൾ വേഗം ചാടി കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോൾ അവരത് അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ യൂസ്ലെസ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ യു എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? യു ഡിലേസ് ഇറ്റ്സ് കമ്മിറ്റ് അൺടിൽ ആഫ്റ്റർ ടി കമ്മിറ്റ്സ്. ഇൻ ദ കേസ് ദാറ്റ് ടി അബോർട്സ് യു മസ്റ്റ് ഓൾസോ അബോർട്ട്. ഓക്കെ, അപ്പോൾ യു ഡിലേ ചെയ്യണമായിരുന്നു റിക്കവർ ചെയ്യണമെങ്കിൽ. ഓക്കെ, യു കമ്മിറ്റ് ഡിലേ ചെയ്യണമായിരുന്നു ടി കമ്മിറ്റ് ചെയ്യുന്നത് വരെ. ഓക്കെ, ടി കമ്മിറ്റ് ചെയ്താൽ മാത്രം യു കമ്മിറ്റ് ചെയ്യും. അപ്പം ഇവിടെ
ഇത് ഈ കമ്മിറ്റ് ചെയ്യരുതായിരുന്നു, ഇയാൾ കമ്മിറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കണമായിരുന്നു, എന്നിട്ട് മാത്രമേ ഇവിടെ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അവരൊരു സൊല്യൂഷൻ റിക്കവറബിലിറ്റി പറഞ്ഞേക്കുന്നത്. ഇനി അങ്ങനെ അവർ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും അപ്പോൾ അബോർട്ട് ചെയ്യാം. അപ്പോൾ അതിനെയാണ് കാസ്കേഡിങ് അബോർട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് വേറെ ട്രാൻസാക്ഷൻസും അബോർട്ടഡ് ആവുന്നതിനെയാണ് കാസ്കേഡിങ് അബോർട്ട് എന്ന് പറയുന്നത്. So to avoid cascading aborts, transactions are only allowed to read objects that were written by committed transactions. Okay, അപ്പോൾ കാസ്കേഡിങ് അബോർട്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻസിനെ റീഡ് ചെയ്യാൻ മാത്രമേ സമ്മതിക്കാവുള്ളൂ എന്ന്. അപ്പം റീഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം വരില്ല. To ensure that this is the case, any read operation must be delayed until other transactions that applied a write operation to the same object have committed or aborted. ഇപ്പോൾ റീഡ് ഓപ്പറേഷൻ ഡിലേ ചെയ്യണം. അവർ ആ ഒബ്ജക്റ്റിൽ സെയിം ഒബ്ജക്റ്റിൽ വേറെ ആരെങ്കിലും റൈറ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്നുമല്ലെങ്കിൽ കമ്മിറ്റോ അബോർട്ടോ ചെയ്യുന്നത് വരെ റീഡ് ഓപ്പറേഷൻ ഡിലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി വാട്ട് ഇസ് പ്രിമച്വർ റൈറ്റ്? പ്രിമച്വർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഇനീഷ്യലി അക്കൗണ്ട് എയുടെ ബാലൻസ് 100 ആണ്. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്, ടിയും യുവും. ടി അക്കൗണ്ട് 105 ആയിട്ട് ബാലൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്, യു ബാലൻസ് 110 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓർഡറിലാണ് നടക്കുന്നതെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് ബാലൻസ് എത്ര കിട്ടണം? 110 കിട്ടണം അല്ലേ? 2 എക്സിക്യൂഷൻസ് സീരിയൽ ഈക്വലൻ്റ് ആണെങ്കിൽ ആദ്യം ടി 105 ആക്കി, ദെൻ യു സെറ്റിംഗ് ഇറ്റ് ടു 110. ഇനി അബോർട്ട് ചെയ്യുന്ന പല കേസസ് ആണ് നമ്മൾ പറയുന്നത്. ഇഫ് ട്രാൻസാക്ഷൻ യു അബോർട്ട്സ് ആൻഡ് ടി കമ്മിറ്റ്സ്, ദ ബാലൻസ് ഷുഡ് ബി 105. ഇപ്പോൾ ഇത് അബോർട്ട് ചെയ്തു എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഇത് ഈ വാല്യൂ പോകണം. അപ്പോൾ ബാലൻസ് എത്ര വരണം? തൊട്ട് മുമ്പ് ടി ചെയ്ത് 105 വരണം. അപ്പോൾ ചില ഡേറ്റാബേസ് സിസ്റ്റംസിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുമ്പോൾ പഴയ ഇമേജസ്, അതായത് റീസ്റ്റോറിങ് ബിഫോർ ഇമേജസ് ഓഫ് ഓൾ ദ റൈറ്റ്സ് ഓഫ് എ ട്രാൻസാക്ഷനാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ആ വേരിയബിളിന് ഉണ്ടായിരുന്ന വാല്യൂ ആണ് എടുക്കുന്നത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ എ 100 ആണ് ഇനീഷ്യലി. അപ്പോൾ ടിയുടെ ബിഫോർ ഇമേജ് എന്ന് പറഞ്ഞാൽ 100 ആണ്. കാരണം ടിയുടെ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ബാലൻസ് 105 ആണ്. ഇതിൻ്റെ ബിഫോർ ഇമേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ഓക്കെ, 110ൻ്റെ ബിഫോർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള വാല്യൂ അത് 105 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെയാണ് ബിഫോർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ യു അബോർട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ കറക്റ്റ് ബാലൻസ് ഓഫ് 105. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ ഈ കേസിൽ യു ആണ് അബോർട്ട് ചെയ്യുന്നതെങ്കിൽ ബിഫോർ ഇമേജ് എടുക്കും, അപ്പോൾ 105 അത് ശരിയാണ്. അപ്പോൾ ആ കേസിൽ പ്രശ്നമില്ല. നൗ കൺസിഡർ ദ കേസ് വെൻ യു കമ്മിറ്റ്സ് ആൻഡ് ദെൻ ടി അബോർട്ട്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? യു കമ്മിറ്റ് ചെയ്തു, ടി അബോർട്ട് ചെയ്തു. അപ്പോൾ നോക്കാം, യു കമ്മിറ്റ് ചെയ്തു, അപ്പോൾ ബാലൻസ് ഇവിടെ എയുടെ ബാലൻസ് 110 ആയി. ടി അബോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ വാല്യൂ പോയിട്ട് അതിൻ്റെ ബിഫോർ ഇമേജ് 100 എടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സെയിം അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ടിയുടെ സൈഡിൽ ബാലൻസ് 100ഉം ഇവിടെ ബാലൻസ് 110ഉം ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് മിസ്മാച്ചായി. അതാണ് ഒരു പ്രശ്നം. സിമിലർലി ഇപ്പം ഇഫ് ടി അബോർട്ട്സ് ആൻഡ് ദെൻ യു അബോർട്ട്സ്, ദ ബിഫോർ ഇമേജ് ഓഫ് യൂസ് റൈറ്റ് ഈസ് 105 and we get the wrong balance of 105, the balance should revert to 100. ഇപ്പം ടിയും യു അബോർട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി 100ൽ തിരിച്ചെത്തണം അല്ലേ? രണ്ടുപേരും അബോർട്ട് ചെയ്ത. പക്ഷെ ഇവിടെ കിട്ടുന്ന ബാലൻസ് ഇപ്പം ഇത് യു അബോർട്ട് ചെയ്താൽ ഇതിന് കിട്ടുന്ന ഇത് റീസ്റ്റോർ ചെയ്യുന്ന വാല്യൂ 105 ആയിരിക്കും. ഇതിവിടെ 100 ആയിരിക്കും, ഇവിടെ 105 ആയിരിക്കും. ഒന്നുമില്ല, തൊട്ട് മുന്നത്തെ വാല്യൂ ആണ് അവർ എടുക്കുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. സോ ടു എൻഷുർ കറക്റ്റ് റിസൾട്ട്സ് ഇൻ എ റിക്കവറി സ്കീം ദാറ്റ് യൂസസ് ബിഫോർ ഇമേജ്, റൈറ്റ് ഓപ്പറേഷൻസ് മസ്റ്റ് ബി ഡിലേഡ് അൺടിൽ earlier transactions that updated the same objects have either committed or aborted. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് കറക്റ്റായിട്ട് റിക്കവർ ചെയ്യണമെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻസ് ഡിലേ ചെയ്യണം അൺടിൽ എർലിയർ ട്രാൻസാക്ഷൻ, ഇതിനു മുന്നേ ഉള്ളവർ
കറക്റ്റായിട്ട് കമ്മിറ്റോ അബോർട്ടോ ചെയ്യുന്നത് വരെ. ഓക്കെ, അല്ലാതെ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതാണ് പ്രിമച്വർ റൈറ്റ്. ഇനി what you mean by strict execution of transaction? ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം റീഡ് ഡിലേ ചെയ്യുന്ന കേസ് പറഞ്ഞു, പിന്നെ റൈറ്റ് ഡിലേ ചെയ്യുന്ന കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡേർട്ടി റീഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റീഡ് ഓപ്പറേഷൻ ഡിലേ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിമച്വർ റൈറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താണ്, റൈറ്റ് ഓപ്പറേഷൻ ഡിലേ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, so the execution of transactions are called strict if the service delays both read and write operations on an object until all transactions that previously wrote that object have either committed or abort. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ എന്താ മീനിങ്? ഏതൊരു റീഡും റൈറ്റും ഓപ്പറേഷനും ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്നത് ഡിലേ ചെയ്യും നമ്മൾ. ഏതുവരെ? ഇതിനു മുന്നേ ആ ഒബ്ജക്റ്റിൽ ആരാണോ റൈറ്റ് ചെയ്തത് അവർ കമ്മിറ്റോ അബോർട്ടോ ചെയ്യുന്നത് വരെ റീഡും റൈറ്റും ഡിലേ ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ എന്താണെന്ന് പറയാം? സ്ട്രിക്റ്റ് ആണെന്ന് പറയാം. അതായത് പ്രിമച്വർ റൈറ്റും ഉണ്ടാവില്ല, ഡേർട്ടി റീഡും ഉണ്ടാവില്ല. ഓക്കെ, സോ ദ സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ എൻഫോഴ്സസ് ദ ഡിസൈഡ് പ്രോപ്പർട്ടി ഓഫ് ഐസൊലേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ ആണെങ്കിൽ ഐസൊലേഷൻ ഉണ്ടായിരിക്കും, എന്ന് വെച്ചാൽ ആ സമയത്ത് വേറെ ആരും അതിൽ കയറി ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ്. ഓക്കെ, നൗ ടെൻറ്റേറ്റീവ് വേർഷൻസ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേറൊരു ടേമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെർവറിന് റിക്കവറബിൾ ഒബ്ജക്ട്സ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് പെർമനൻറ്റ് സ്റ്റേറ്റിലോട്ട് റിക്കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആ ഒബ്ജക്ട്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും ചെറിയ ചെറിയ ചേഞ്ച് വരുമ്പോൾ ടെമ്പററി ആയിട്ട് ഇതിൻ്റെ വാല്യൂസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം അല്ലേ? എന്നാലാണ് പിന്നെ അൺഡു ചെയ്യുമ്പോൾ അത് കളഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പെർമനൻറ്റ് സ്റ്റോറേജിലോട്ട് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ all the update operations performed during a transaction are done in tentative versions of objects in volatile memory. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിലുള്ള എല്ലാ അപ്ഡേറ്റ് ഓപ്പറേഷൻസും ഒരു ടെൻറ്റേറ്റീവ് വെർഷൻ, അതിൻ്റെ ഒരു പുതിയ പുതിയ വെർഷനായിട്ട് വോളറ്റൈൽ മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഒരു പ്രൈവറ്റ് സെറ്റ് ഓഫ് ടെൻറ്റേറ്റീവ് വെർഷൻസ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവും. അതായത് അത് ഓൾട്ടർ ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ വാല്യൂ എല്ലാം വോളറ്റൈൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, all the update operations of a transaction store values in the transaction's own private set. Access operations in a transaction take values from the transaction's own private set if possible, or failing that from the object. അപ്പോൾ റീഡൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലം വോളറ്റൈൽ മെമ്മറിയിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. ഇത് എപ്പോഴാണ് ഇത് പെർമനൻ്റ്ലി ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ പെർസിസ്റ്റൻറ്റ് സ്റ്റോറേജിലേക്ക് ഇടുന്നത്? ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാണ് ലാസ്റ്റ് പോയിന്റ്. ടെൻറ്റേറ്റീവ് വേർഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഒബ്ജക്ട്സ് ഓൺലി വെൻ എ ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ്, ബൈ വിച്ച് ടൈം ദേ വിൽ ഓൾസോ ഹാവ് ബീൻ റെക്കോർഡഡ് ഇൻ പെർമനൻറ്റ് സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ പെർമനൻറ്റ് സ്റ്റോറേജിലോട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. അതുവരെയും വോളറ്റൈൽ മെമ്മറി തന്നെ പല വേർഷൻസായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തത് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് ടെൻറ്റേറ്റീവ് വേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസാക്ഷൻസ്. അപ്പം ഇത്രയും പറഞ്ഞത് ഈ കഴിഞ്ഞ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ട്രാൻസാക്ഷൻസ് എന്ന മെയിൻ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും. അതിനകത്ത് സബായിട്ട് 2 ടോപ്പിക്സ് വന്നതാണ്, കൺകറൻസി കൺട്രോളും പിന്നെ റിക്കവറബിലിറ്റി ഫ്രം അബോർട്ട് എന്നുള്ള ടോപ്പിക്കും. ഓക്കെ, താങ്ക് യു.